നമസ്കാരം. ഇസ്രായേൽ ജനതയെ രാജാക്കന്മാരെ പോലെ പ്രവാചകന്മാരും നയിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ചില പ്രവാചകന്മാരാണ് ആമോസ്, മീഖ, ഹോശയ. ഈ പ്രവാചകന്മാർ ദുഷ്ടതയ്ക്കെതിരെ ശക്തമായി സംസാരിച്ചു. BC 740 690 ഇടയിലാണ് ഈ പ്രവാചകന്മാർ ജീവിച്ചിരുന്നത്. ജനം മാനസാന്തരപ്പെടണമെന്നും ഓരോരുത്തൻ മറ്റുള്ളവരോട് മര്യാദയായി പെരുമാറണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ആമോസ് പ്രവാചകനും മീഖ പ്രവാചകനും ഹോശയ പ്രവാചകനും ജനത്തെ ഓർമ്മപ്പെടുത്തി. അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ ദൈവം അവരിൽ പ്രസാദിക്കുകയില്ലെന്നും യാഗാർപ്പണങ്ങളെല്ലാം പിന്നെ അർത്ഥമില്ലാത്തതാകുമെന്നും ഈ പ്രവാചകന്മാർ ജനത്തെ ഓർപ്പിച്ചു. ദൈവം തിന്മ വെറുക്കുന്നു. ആമോസ് പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിൽ വളരെ സമൃദ്ധി ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമൃദ്ധിയെല്ലാം സമ്പന്നരിൽ മാത്രമായി ഒതുങ്ങുകയായിരുന്നു. ധനികർ പാവങ്ങളെ പീഡിപ്പിക്കുന്നതും പതിവായി. അതുകൊണ്ട് നീതിക്കു വേണ്ടിയായിരുന്നു ആമോസ് പ്രവാചകൻ വാദിച്ചത്. ദുഷ്ടത പ്രവർത്തിക്കാതെ നന്മ ചെയ്യുവാൻ ശ്രമിക്കുക, എന്നാൽ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ പറയുന്നത് പോലെ സർവശക്തനായ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. തിന്മയെ വെറുത്ത് നന്മയെ സ്നേഹിക്കുക, ആലയത്തിൽ നന്മ പ്രവർത്തിക്കുക. എന്നാൽ ഒരുപക്ഷെ യഹോവ അവശേഷിക്കുന്ന ജനത്തോട് കരുണ കാണിക്കും. യഹോവ പറയുന്നു, ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെല്ലാം വെറുക്കുന്നു. ഞാൻ അവയുടെ നടുവിലില്ല. എനിക്ക് മൃഗയാഗമോ മറ്റ് യാഗങ്ങളോ അർപ്പിക്കരുത്. നിങ്ങളുടെ അർത്ഥശൂന്യമായ ഗാനം നിർത്തുക. നീതി അരുവി പോലെയും നന്മ നദി പോലെയും ഒരിക്കലും വറ്റാതെ ഒഴുകട്ടെ. ഇത് യഹോവയുടെ സന്ദേശം ജനങ്ങളെ ആമോസ് പ്രവാചകൻ അറിയിച്ചു. ദൈവത്തിന് തൻ്റെ ജനത്തോട് എന്നും സ്നേഹമാണുള്ളത്. ദൈവം തൻ്റെ ജനത്തെ എന്നും സ്നേഹിച്ചിരുന്നു. ജനത്തിൻ്റെ നീതികേടിനെതിരെ ശക്തമായി പ്രതികരിച്ച മറ്റൊരു പ്രവാചകനാണ് ഹോശയ. ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള ദയയും സ്നേഹവും ഹോശയ പ്രവാചകൻ പറഞ്ഞു. യഹോവ പറയുന്നു, ഇസ്രായേൽ ഒരു ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. എൻ്റെ മകനെപ്പോലെ ഞാൻ അവനെ ഈജിപ്തിൽ നിന്ന് വിളിച്ചു വരുത്തി. എന്നാൽ ഞാൻ അവനെ വിളിക്കുന്തോറും അവൻ എന്നിൽ നിന്നും കൂടുതൽ അകന്നുപോയി. എൻ്റെ ജനം ബാലിന് യാഗം അർപ്പിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ നടക്കാൻ പഠിപ്പിച്ച വിധം ഒക്കെ അവർ മറന്നുകളഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് അവർ വഴുതി മാറി. ഞാൻ സ്നേഹം കൊണ്ടും ഭയം കൊണ്ടും അവരെ എന്നിലേക്ക് അടുപ്പിച്ചു. ഞാൻ അവരെ എടുത്ത് എൻ്റെ കവിൾത്തടത്തിൽ ചേർത്തു. ഞാൻ താണിറങ്ങി അവരെ പുലർത്തി. ഇത് ഹോശയ പ്രവാചകൻ ജനത്തോട് യഹോവയുടെ ദൂത് അറിയിച്ചതാണ്. ദൈവം എപ്പോഴും നന്മയാണ് ഇഷ്ടപ്പെടുന്നത്. ആമോസിന് ശേഷമാണ് പ്രവാചകനായ മീഖ പ്രവാചകൻ ജീവിച്ചിരുന്നത്. ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് ജനം എന്തു ചെയ്യുമെന്നും മീഖ പ്രവാചകൻ ജനത്തെ ഓർമ്മിപ്പിച്ചു. സ്വർഗത്തിലെ ദൈവമായ യഹോവയെ ആരാധിക്കുവാൻ വരുമ്പോൾ ഞാൻ എന്ത് അങ്ങയുടെ മുമ്പാകെ കൊണ്ടുവരും? എൻ്റെ നല്ല മൃഗങ്ങളെ ഞാൻ യാഗം കഴിക്കണമോ? ആയിരക്കണക്കിന് കോലാട്ടും കുറ്റന്മാരെയോ ഒരു നദി പോലെ തൈലമോ ഞാൻ കൊണ്ടുവന്നാൽ യഹോവ പ്രസാദിക്കുമോ? എൻ്റെ പാപത്തിന് പകരമായി മൂത്ത മകനെ അവന് ബലി അർപ്പിക്കണമോ? വേണ്ട. എന്താണ് നല്ലതെന്ന് യഹോവ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, എല്ലാവരോടും എപ്പോഴും കരുണ കാണിക്കുക, താഴ്മയോടെ ജീവിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം എപ്പോഴും അനുസരണം ആവശ്യപ്പെടുന്നുണ്ട്. സ്തുതിഗീതങ്ങളും നന്ദി പറച്ചിലുകളും പ്രാർത്ഥനയുമാണ് സങ്കീർത്തനങ്ങൾ. വിവിധ കാലങ്ങളിൽ ജീവിച്ചിരുന്ന വിവിധ വ്യക്തികൾ എഴുതിയതാണ് ആ സങ്കീർത്തനങ്ങൾ ഓരോന്നും. ഈ ഗീതങ്ങൾ ഇസ്രായേലിൻ്റെ വ്യക്തിപരവും സാമൂഹികവുമായ ആരാധനകളിൽ ഉപയോഗിച്ചു വന്നു. പ്രവാചകന്മാർ ജനത്തോടും അവരോടും പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഈ സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ എല്ലാറ്റിലും അനുസരിക്കുന്നവൻ, എപ്പോഴും നീതി പ്രവർത്തിക്കുന്നവൻ, വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാത്തവൻ, അന്യരെക്കുറിച്ച് കളവ് പറയാത്തവൻ, സുഹൃത്തുക്കൾക്ക് ദോഷം ചെയ്യാത്തവൻ, അയൽക്കാരെപ്പറ്റി അപവാദവും തിന്മയും പറയാത്തവൻ, അനീതി ചെയ്യുന്നവൻ്റെ നന്മ ആഗ്രഹിക്കാതെ യഹോവയെ അനുസരിക്കുന്നവരെ ബഹുമാനിക്കുന്നവൻ, എത്ര പ്രയാസപ്പെട്ടും വാഗ്ദാനങ്ങൾ പാലിക്കുന്നവൻ, ലാഭം ആഗ്രഹിക്കാതെ
ആവശ്യക്കാരന് വായ്പ കൊടുക്കുകയും കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനിൽ ദൈവം പ്രസാദിക്കും. ഈ സന്ദേശങ്ങളൊക്കെ യഹോവയുടെ സന്ദേശം ഈ പ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തെ അറിയിച്ചു. അത് ഇന്നും നമുക്ക് ഒരു പാഠമാണ്. ഈ സന്ദേശങ്ങൾ ഇന്നത്തെ ലോകത്തെ ദൈവജനത്തിനു വേണ്ടി ഉള്ള സന്ദേശം തന്നെയാണ്. നമുക്കതനുസരിക്കാം, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാം. നന്ദി, നമസ്കാരം.